ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചക്കത്തോരൻ വെക്കാമെന്ന് കരുതി. ആദ്യം ഇടിച്ചക്ക വെക്കാമെന്നാണ് കരുതിയത്. പിന്നെ അത് ചക്കത്തോരനാക്കി. കാരണം കുറേ ടൈം എടുക്കും ഇടിച്ചക്കത്തോരൻ വെക്കാൻ. എന്നാൽ അതിനെ ഒന്ന് വെട്ടിക്കീറിയതേ ഈ പരുവമാക്കി 4 പീസാക്കിയ ശേഷം അവൻ്റെ തോലൊക്കെ നമുക്ക് ചെത്തിക്കളയണം. അതിനുശേഷം വീണ്ടും അവനെ ഈ പരുവമാക്കി നല്ലപോലെ ഒന്ന് വൃത്തിയായി കഴുകുക. എത്ര കഴുകിയിട്ടും അവൻ്റെ ദേഹത്തെ ബ്ലാക്ക് പാടം കൊണ്ട് മാറുന്നില്ല. ചക്ക ആയതുകൊണ്ട് തന്നെ കറ വരുന്നതാണ് പ്രശ്നം. അവനെ ഇതുപോലെ കൊണ്ട് കുത്തി അരിയുക. നല്ലപോലെ ഏകദേശം ഈ പരുവത്തിലാക്കിയെടുക്കുക. ഫൈനലി അവനെ ഫുള്ള് കുത്തി അരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കണം അതിലേക്ക് ഇടാൻ വേണ്ടി. സർവ്വസാധാരണമായി നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, വറ്റൽമുളക്, തേങ്ങ ചിരവിയത്, കുരുമുളക്, ഇത്രയുമൊക്കെയാണ് വേണ്ടത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയായി. ഇനി ചുവന്നുള്ളി ഇതുപോലൊന്ന് ചതച്ചെടുക്കണം. അല്ലെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കുരുമുളകും തേങ്ങ ചിരവിയതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ജീരകവും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്യുക. ഒരുപാട് അരിഞ്ഞു പോകണ്ട, ഒരു മീഡിയം പരുവത്തിന് എടുത്താൽ മതി. പിന്നീട് നമ്മുടെ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണയും ഒഴിച്ച് കടുകും പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടെ ഇടുക. അത് കഴിഞ്ഞ് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും അതിലേക്കിടുക. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില അതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയും കൂടെ അതിലേക്കിടുക. പിന്നെ തേങ്ങ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം കൂടെ അതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മറിക്കുക. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അവനെ ഒന്ന് ഇതുപോലെ ഒരു ഇല വെച്ച് അതിനുശേഷം ഒരു മൂടിയും കൂടെ വെച്ച് അടച്ചു വെക്കുക. ഒരു 5-10 മിനിറ്റിന് ശേഷം നമ്മുടെ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ചക്കത്തോരനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.